അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധിക്കണം, പാലിക്കണമെന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയ ആയുസ് അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മേഖലകളിൽ വിനിയോഗിക്കുവാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ചുമരുകളിൽ പുതിയ കലണ്ടറുകൾ തൂങ്ങിത്തുടങ്ങി. കേവലം 12 പേജുള്ള ഒരു കലണ്ടർ ചുമരിൽ നിന്ന് മാറ്റി വേറെ ഒന്ന് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നാം അത്ര കണ്ട് ഖബറിനോട് അടുത്തിരിക്കുന്നു എന്നാണ്. നമ്മുടെ ബർസഖിയായ ജീവിതവും അവസാനമില്ലാത്ത പരലോക ജീവിതത്തിന്റെയും ആരംഭം കുറിക്കുകയാണ്. അത് മരണത്തോടുകൂടെ അതാണ് നടക്കാൻ പോകുന്നത് എന്നിങ്ങനെയുള്ള നമ്മുടെ ആത്യന്തികമായ ഭാവിയെ സംബന്ധിച്ചുള്ള ഉത്ബോധനമാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം നൽകുന്നത്. മനുഷ്യന് ആയുസ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ഒരു പരലോകം അത് ഉണ്ടാകില്ലെന്നുമൊക്കെയുള്ള ശബ്ദങ്ങൾ പലയിടങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. വിശുദ്ധ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന പച്ചയായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. മനുഷ്യൻ എത്രമേൽ കാലം ഇവിടെ ജീവിച്ചാലും അവന്റെ ആയുസ് അത് ഞെട്ടറ്റ് വീഴുക തന്നെ ചെയ്യും. ഇത് പരത്തിപ്പറയേണ്ടുന്ന കാര്യമില്ല. എല്ലാവർക്കും അറിയാം മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്നും മരണശേഷം നിലക്കാത്ത ഒരു ജീവിതമുണ്ട് എന്ന് ഭൗതികതയുടെ നിറം പുരളാത്ത ആളുകൾ വരെ സമ്മതിക്കുന്ന കാര്യമാണ്. മനുഷ്യബുദ്ധിയുടെ തേട്ടം കൂടിയാണ് അങ്ങനൊരു ലോകം ഉണ്ടാകണം എന്നത്. മനുഷ്യന്റെ ധാർഷ്ട്യം കാരണം, അവന്റെ ധിക്കാരവും അവന്റെ അഹങ്കാരവും കാരണം പരലോകത്തെ നിഷേധിക്കുന്ന പലരും ചില വേളകളിലെല്ലാം അങ്ങനൊരു ദിനമുണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ആഗ്രഹിക്കുകയും തുറന്നെഴുതുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ വിശദമായി പരത്തിപ്പറയേണ്ടുന്ന കാര്യമില്ല. എല്ലാ ആളുകളും അംഗീകരിക്കുന്ന, ഏറെക്കുറെ എല്ലാ ആളുകളും അംഗീകരിക്കുന്ന ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ പോലും വിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളക്കണക്കിന് ഹദീസുകളിലും പരലോകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അടിക്കടി നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും ഇന്നക മയ്യിത്തും വ ഇന്നഹും ലമയ്യിത്തൂൻ, താങ്കൾ മരിച്ചു പോകുന്ന ആള് തന്നെയാണ്. മനുഷ്യരും എല്ലാം, മനുഷ്യരെന്നല്ല സകലമാന ജീവികളും മരിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്ന ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്തിനാണ് ഇതിങ്ങനെ ഉറപ്പിച്ച് പറയുന്നത്? മരണത്തെ ആരും നിഷേധിക്കുന്നില്ലല്ലോ. എന്നിട്ടും അല്ലാഹു തആല
ഇത് ഉറപ്പിച്ചു പറയുന്നത് മനുഷ്യന്റെ ജീവിതം കണ്ടാൽ തോന്നും അവന് മരണമൊന്നുമില്ല, കാലാകാലം ഇവിടെ തന്നെ ജീവിക്കും എന്നൊരു തോന്നൽ ഉളവാക്കുന്ന വിധത്തിലാണ് അവന്റെ ജീവിത രീതികൾ എന്ന് തോന്നുന്നത് കൊണ്ട്, മനുഷ്യൻ അങ്ങനെ തോന്നുന്നത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം അരക്കിട്ടുറപ്പിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് ഈശ് മാ ശിഅ്ത ഫഇന്നക മയ്യിത്. താങ്കൾക്ക് ഉദ്ദേശിക്കുന്ന കാലമത്രയും ജീവിക്കാം എന്ന് പറഞ്ഞാൽ എത്ര കാലം താങ്കൾ ജീവിച്ചാലും താങ്കൾ മരിച്ചു പോകുന്ന ആള് തന്നെയാണ്. താങ്കൾ ഈ ദുനിയാവിനിൽ നിന്ന് വിട ചൊല്ലി പോകേണ്ട ആള് തന്നെയാണ്. താങ്കൾ ആരെയൊക്കെ ഇഷ്ടപ്പെട്ടാലും ആ ഇഷ്ടജനങ്ങളോടൊക്കെ വിട ചൊല്ലി താങ്കൾ ഇവിടെ നിന്ന് പോകേണ്ടി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യം സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മെ ഓർമ്മപ്പെടുത്താനാണ്. നാം എത്ര കണ്ട് സുഖ സൗകര്യങ്ങളോടുകൂടെ എത്ര കാലം, സുദീർഘമായ കാലം ജീവിച്ചാലും എല്ലാം വിടചൊല്ലി വിടചൊല്ലി നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഈ ഒരു ബോധമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരേണ്ടത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു പുതിയ വർഷത്തിന്റെ പുലരിയിൽ മാത്രം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമല്ല ഈ ഒരു ബോധം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മവിചാരണക്കും ആത്മപരിശോധനക്കും നിശ്ചിതമായ ഒരു ദിവസം നിർണയിക്കുന്നത് അതിൽ ഒതുങ്ങരുത് അവന്റേത്. അതവൻ തുടരെയായി നടത്തേണ്ടുന്ന ഒരു പ്രക്രിയയാണ്. ധാരമുറിയാതെ നടക്കേണ്ടുന്ന കാര്യമാണ് ആത്മവിചാരണ എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകൾ ചെയ്യാറുള്ളത്, ഒരു പുതു വർഷത്തിന്റെ പുലരി വരുമ്പോൾ ആളുകൾ അത് ആഘോഷിക്കാനുള്ളതല്ല ഇത്. ഇത് ആത്മവിചാരണ നടത്താനുള്ള കാര്യമാണ്, വേളയാണ്. ഒരു അവിവേകം കൂടെ അവിടെ പ്രകടമാണ്. സാധാരണ നമുക്ക് കാശ് നഷ്ടപ്പെട്ടാൽ നമ്മളാരും അത് ആഘോഷിക്കാറില്ല. നമ്മുടെ കച്ചവടത്തിലോ വ്യാപാരത്തിലോ ഒക്കെ നഷ്ടം സംഭവിക്കുകയോ വിലപ്പെട്ടത് നഷ്ടപ്പെടുകയോ ചെയ്താൽ ആരും അത് ആഘോഷിക്കാറില്ല. പക്ഷേ കാശിനേക്കാളും മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതാണ് മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത്. ഒരു കൊല്ലം കഴിഞ്ഞാൽ അത്രയും നമ്മുടെ ആയുസ് തീർന്നുവെന്നാണ്. ആയുസ് തീർന്നതിനെ, ആയുസ് കൊഴിഞ്ഞു പോകുന്നതിനെ ആഘോഷിക്കുക, അത് വിഡ്ഢിത്തരമാണ്, അവിവേകമാണ്. ആയുസ് തീരുമ്പോൾ മനുഷ്യൻ കേക്ക് മുറിച്ചത് അത് ആഘോഷിക്കുന്നു. അവന്റെ കാശ് നഷ്ടപ്പെടുമ്പോൾ അവൻ ദുഃഖിക്കുന്നു. കാശ് അധ്വാനിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ആയുസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ഒരു നിമിഷം പോലും നമുക്ക് രണ്ടാമത് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയില്ല. ഏറ്റവും അമൂല്യമായ, വിലമതിക്കാൻ കഴിയാത്ത അനുഗ്രഹമാണ് ആയുസ്, സമയം എന്ന് പറയുന്നത്. അതൊരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വിശ്വാസികൾ അവന്റെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളെ കുറിച്ചും അത് ഞാൻ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, ഈ ഒരു നിമിഷത്തെ ശൂന്യമായി വിട്ടുകളയുകയാണോ, അതല്ല ആ നിമിഷങ്ങളിൽ ഞാൻ പുണ്യകർമ്മങ്ങൾ കൊണ്ട് ആ നിമിഷങ്ങളെ നിറക്കുകയാണോ ചെയ്തത് എന്ന് അവനെപ്പോഴും ബോധവാന്മാരാകുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നതാണ് ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഇങ്ങനെ ആലോചിക്കുക, നമ്മുടെ ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ
ഓരോ മണിക്കൂറിലും 5 മിനിറ്റ് നമ്മൾ വെറുതെ കളഞ്ഞിട്ടുണ്ട് എങ്കിൽ 24 മണിക്കൂറിൽ ഓരോ മണിക്കൂറിലും 5 മിനിറ്റ് മാത്രം നമ്മൾ വെറുതെ കളഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ദിവസം നമ്മൾ 2 മണിക്കൂർ വെറുതെ കളഞ്ഞിട്ടുണ്ടാവും. 2 മണിക്കൂറുകൾ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എത്ര ഖുർആൻ ഓതാൻ സുഹൃതങ്ങൾ ചെയ്യാൻ പറ്റും. അത് 10 മിനിറ്റ് ആകുമ്പോൾ അതിന്റെ ഇരട്ടിയാവും. എത്രയാണ് ഒരു ദിവസം നമ്മൾ നമ്മുടെ ആയുസ്സിനെ വധിച്ചു കളയുന്നത് എന്ന് നമ്മൾ കൃത്യമായി ഒരു ദയയും ദാക്ഷിണ്യവും അനുവദിക്കാതെ കൃത്യമായി നമ്മൾ നമ്മെ തന്നെ വിചാരണ ചെയ്യേണ്ടതുണ്ട്. അൽ വഖ്തു ഹിയൽ ഹയാ വഖത്തുലുൽ വഖ്തി ഖത്തുലുൽ ഹയാ. ജീവിതം എന്ന് പറയുന്നത്, സമയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. സമയം കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്വന്തം ജീവിതത്തെ കൊല്ലുക എന്നാണ് എന്ന് ചില അറബി സാഹിത്യകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു അറബി സാഹിത്യകാരന്റെ വാക്കുകളിൽ മാത്രം കാണേണ്ടുന്ന കാര്യമല്ല, ശക്തമായ പ്രമാണങ്ങളുടെ പിന്തുണയുള്ള ഒരു പ്രസ്താവനയായി അതിനെ കാണുകയാണ് വേണ്ടത്. ഇനി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുവദിച്ചിട്ടുള്ള ഈ നിമിഷങ്ങളെ, ആയുസ്സിനെ ഫലപ്രദമായി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ഈ ലോകത്ത് നിന്ന് നമ്മൾ യാത്ര തിരിക്കുന്ന നമ്മുടെ അവസാനത്തെ യാത്രയിൽ നമ്മൾ ഇങ്ങനെ വിളിച്ചു പറയും. ഓരോ മയ്യത്തും ആ മയ്യത്ത് കട്ടിലിൽ കയറ്റി കൊണ്ടുപോകുന്ന വേളയിൽ ആ മയ്യത്ത് വിളിച്ചു പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒരു മയ്യത്ത് പറയും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോകൂ എന്ന് പറയുന്ന സജ്ജനങ്ങളുടെ മയ്യത്തുണ്ട്. മറുവശത്ത്, എങ്ങോട്ടാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്, എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന മയ്യത്തുമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതായി ഇമാം ബുഖാരി റഹിമഹുല്ല നമുക്ക് രേഖപ്പെടുത്തി നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഇത് മനുഷ്യരല്ലാത്ത മുഴുവൻ ആളുകളും കേൾക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. യസ്മഉ സൗതഹാ കുല്ലു ഷൈഇൻ ഇല്ലാ ഇൻസാൻ, മനുഷ്യനല്ലാത്ത സകല സൃഷ്ടികളും ഈ മയ്യത്ത് വിളിച്ചു പറയുന്നത് കേൾക്കുമെന്ന് ഗൈബിയായ ഒരു കാര്യമായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അത് കൃത്യമായി അറിയിച്ചു തന്നിട്ടുണ്ട്. അത് കൃത്യമായി നമ്മൾ വിശ്വസിക്കുകയും വേണം. മനുഷ്യനെ അല്ലാഹു തആല അത് കേൾപ്പിക്കാത്തത് എന്തുകൊണ്ട്? അതും റസൂലുള്ളാഹി പറഞ്ഞു, വലൗ സമിഅഹാ ലസഇഖ്, മനുഷ്യനെങ്ങാനും അത് കേട്ടിരുന്നുവെങ്കിൽ അവൻ ബോധരഹിതനായി വീഴും. നമ്മൾ ചുമന്നു കൊണ്ടുപോകുന്ന കട്ടിലിൽ കിടക്കുന്ന മയ്യത്ത് ഖദ്ദിമൂനി എന്ന് പറയുന്നത് നമ്മൾ കേട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ തന്നെ ബോധരഹിതരായി വീഴും. അത് സംഭവിക്കാതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ അത് കേൾപ്പിക്കാത്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് പറയുന്ന ആ നല്ല മയ്യത്തായി നമ്മൾ മാറുമോ? അതല്ല, എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന, ആർത്തട്ടഹസിക്കുന്ന ഏറ്റവും ഹതഭാഗ്യനായ മയ്യത്തായി മാറുമോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടത് കാര്യമാണ്. ഒന്നാമത് പറഞ്ഞ വേഗം കൊണ്ടുപോകൂ എന്ന് പറയുന്ന ആ മയ്യത്തിന്റെ ഗണത്തിൽ, അത്തരത്തിലുള്ള ഒരു സജ്ജനങ്ങളുടെ മയ്യത്തുകളുടെ കൂട്ടത്തിൽ, ആത്മാവിന്റെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ അതിന് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ നിരന്തരമായി നാളെയെ കുറിച്ച് ചിന്തിക്കണം. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലഗദ്, നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നിങ്ങൾ നന്നായി ചിന്തിക്കണം. നന്മയുടെ ഭാണ്ഡം നിറക്കുന്നതിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ? നന്മയുടെ ഭാണ്ഡം നിറക്കുന്നുണ്ടോ? നിറച്ചത് തന്നെ ചോർന്നു പോകുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾ ഗൗരവമായി
ആലോചിക്കേണ്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒട്ടുമിക്ക മുഫസ്സിറുകളും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഹാസിബു ഖബ്ല അൻ തുഹാസബു. സ്വയം വിചാരണ നടത്തുക. അല്ലാഹു തആല നിങ്ങളെ വിചാരണയ്ക്ക് വിധേയരാക്കുന്നതിന് മുമ്പ് നിരന്തരം നമ്മളെ തന്നെ വിചാരണ ചെയ്താൽ പരലോകത്തുള്ള നമ്മുടെ വിചാരണ ലളിതമാകും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇവിടെ വെച്ച് നിരന്തരമായി നിങ്ങൾ വിചാരണ ചെയ്താൽ നിങ്ങളുടെ പരലോകത്തെ വിചാരണ ലളിതമായി മാറും. കാരണം ഇവിടെ നമ്മളെ കുറിച്ച് വിചാരണ ചെയ്ത് അതിലെ കേടുപാടുകൾ തീർത്ത് നമ്മുടെ ശിഷ്ടകാല ജീവിതത്തെ രാഗി മിനുക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ പരലോകത്തുള്ള നമ്മുടെ വിചാരണ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരുമെന്ന് പ്രമാണങ്ങളുടെ പിന്തുണയോടുകൂടെ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് സംബന്ധമായി ചില സ്വഹാബികൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നബിയെ, ആരാണ് ഏറ്റവും നല്ല മനുഷ്യൻ? നല്ലവനാരാണ്? നല്ല ആള് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ആള് ഇന്ന ആളാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞത് ഖൈറുക്കും മൻ ത്വാല ഉംറു വഹസുന അമലു. ആയുസ് വർദ്ധിക്കുകയും കർമ്മങ്ങൾ നന്നാകുകയും ചെയ്യുന്നവരാ. ആയുസിന്റെ വർധനവിനനുസരിച്ച് സുഹൃതങ്ങളുടെ എണ്ണം കൂടണം. ആയുസിന്റെ വർധനവിനനുസരിച്ച് പുണ്യകർമ്മങ്ങളുടെ തോത് വർദ്ധിക്കണം. അവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞു പോകുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ ഈ കഴിഞ്ഞ വർഷം എനിക്ക് മുമ്പത്തെ വർഷത്തിനേക്കാൾ കൂടുതലായി പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മുമ്പത്തെ വർഷത്തെക്കാൾ ഖുർആൻ പഠിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഖുർആൻ പഠനത്തിലുള്ള എന്റെ നിലവാരം അത് ഉയർന്നിട്ടുണ്ട്. ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ എന്റെ പങ്കാളിത്തം അത് വർദ്ധിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞാൻ ഏറെ സജീവനായിരുന്നു. ഇനി കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഈ തൊട്ടു കഴിഞ്ഞ മുമ്പുള്ള വർഷത്തെക്കാൾ ഉപരിയായി മുമ്പിൽ വരാനിരിക്കുന്ന വർഷം ഞാൻ അതിന്റെ ഗ്രാഫ് ഒന്നുകൂടെ ഉയർത്തും എന്നൊരു ദൃഢനിശ്ചയവും തീരുമാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ആശ്വസിക്കാം. മറിച്ചാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ശർറുക്കും മൻ ത്വാല ഉംറു വസാഗ അമലു. ചീത്ത മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ ആയുസ് ഇങ്ങനെ കൂടുന്നുണ്ട്, പക്ഷേ അതേ സമയം അവന്റെ ദുഷ്കർമ്മങ്ങളും വർദ്ധിക്കുന്നുണ്ട്. ആയുസ് കൂടുന്തോറും വയസ്സ് കൂടുന്തോറും അവന്റെ ദുഷ്കർമ്മങ്ങൾക്കും വർധനവുണ്ടാകുകയാണ്. ആ മനുഷ്യനാണ് ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ആ ഗണത്തിൽ ഉൾപ്പെടാതിരിക്കാനാണ് ഞാൻ ആദ്യമായി പറഞ്ഞ കർശനമായ സ്വയം വിചാരണ നമ്മൾ നടത്തേണ്ടത്. വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെയും അല്ലാത്ത ആളുകളുടെയും ഒരു നഫ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് നഫ്സുൽ ലവ്വാമ എന്നാണ്. ശരിക്ക് ആത്മവിചാരണയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. നന്നായി ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണമെന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. വിശ്വാസികളും മോശപ്പെട്ട ആളുകളും എല്ലാവരും സ്വന്തം നഫ്സിനെ ആക്ഷേപിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. പരലോകത്ത് വരുമ്പോ ഓരോ വിശ്വാസിയും അവൻ തന്നെ ആക്ഷേപിക്കും. എനിക്ക് ഇത്രയൊക്കെ നന്മ ചെയ്താൽ പോരായിരുന്നു, ഇത്രയൊന്നും ചെയ്തത് മതിയായിട്ടില്ല, കൂടുതൽ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞ് സ്വന്തത്തെ തന്നെ ആക്ഷേപിക്കും. എന്നാൽ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്ത ആളുകൾ അവർ സ്വന്തത്തെ ആക്ഷേപിക്കുന്നത്
ഞാൻ ഇക്കണ്ട തിന്മകളൊക്കെ ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞ് ഒരു ഖേദപ്രകടനവും പ്രയോജനം ചെയ്യാത്ത ആ നാളിൽ അങ്ങേയറ്റത്തെ ഖേദപ്രകടനവും ആത്മവിമർശനവും നടത്തുന്ന ആത്മാക്കളുമുണ്ട്. അതിൽ ആദ്യം പറഞ്ഞ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ പരമാവധി ചെയ്യാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും കൂടുതൽ ചെയ്യാമായിരുന്നു എന്ന് പറയുന്ന ആ ഒരു വിശ്വാസികളുടെ നിലവാരത്തിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ഇതെപ്പോഴാണെന്നോ അതും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യർ ചെയ്ത സകലമാന പുണ്യകർമ്മങ്ങളെയും അധർമ്മങ്ങളെയും ഒക്കെ അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഹാജരാക്കി കാണിച്ചു തരും. അല്ലാഹു പറയാൻ യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈറിൻ മുഹ്ളറാ. ഓരോ നഫ്സും അത് ചെയ്ത നന്മകളെ അവന്റെ മുമ്പിൽ അല്ലാഹു തആല ഇങ്ങനെ ഹാജരാക്കും. അവൻ ചെയ്ത തിന്മകളെയും ഹാജരാക്കും. ആ തിന്മകൾ കാണുമ്പോൾ അവൻ പറയുകയാണ് ഞാനും ഞാൻ ചെയ്ത ദുഷ്കർമ്മങ്ങളും തമ്മിൽ വളരെ വിദൂരമായ ഒരു ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ, അഥവാ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമായി എനിക്കൊരു ബന്ധവും ഇല്ലാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാനത് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു പോകുമെന്നാണ്. അല്ലാഹു പറയുന്നു, അല്ലാഹു തആല അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതാ ബോധനം നൽകുന്നു, നിങ്ങൾ ഇതാ താക്കീത് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ വരാനുണ്ട് എന്ന് പറഞ്ഞ് അല്ലാഹു തആല നിങ്ങളോട് ഏറെ കരുണയുള്ളവനായതുകൊണ്ട് അല്ലാഹു ഇതാ അവനെ കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സഹോദരന്മാരെ, ഈ ഒരു ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. അതല്ല എങ്കിൽ അങ്ങേയറ്റത്തെ പരിതാപകരമായ അവസ്ഥ ഓരോ മനുഷ്യനും ഉണ്ടാകുമെന്നുള്ളത് വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. ചില സലഫു സ്വാലിഹീങ്ങളിൽപ്പെട്ട ചില ആളുകൾ പറയുന്നത്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തും അവനെ അനുസരിച്ചുകൊണ്ടും അവന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിയുടെ ഉപമ എന്ന് പറയുന്നത് അൽ മുത്തീഉ കഖുദൂമിൽ ഗായിബി അലാ അഹ്ലി. അള്ളാഹുവിനെ അനുസരിച്ച ഒരാൾ ദീർഘകാലം കുടുംബത്തിൽ നിന്ന് അകന്ന് കഴിഞ്ഞ ഒരാള് തന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ വലിയ സന്തോഷമാണ് ഇബാദത്തുകളിൽ മുഴുകി അള്ളാഹുവിന്റെ കോടതിയിൽ എത്തിപ്പെടുന്ന ഒരു മുഅ്മിൻ ഉണ്ടാകുക. ദീർഘകാല പ്രവാസം അനുഭവിച്ച ഒരാൾ, അയാൾ സ്വന്തം കുടുംബത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് എന്തൊരു സന്തോഷവും ആശ്വാസവും സമാധാനവും ഉണ്ടാകും. അതുപോലെയാണ് കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി പരലോകത്ത് ചെല്ലുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന സന്തോഷമെന്ന് ഒരു ഉദാഹരണത്തിലൂടെ പണ്ഡിതന്മാർ വിശദീകരിച്ചു തരികയാണ്. ഇതിന്റെ മറുവശവും പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ അവൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നത് ഓടിപ്പോയ അടിമ യജമാനന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ്. യജമാനനെ ധിക്കരിച്ച് ഓടിപ്പോയ അടിമയെ പിടിച്ചുകൊണ്ടുവന്ന് ആ യജമാനന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ അടിമക്കുണ്ടാകുന്ന അവസ്ഥ എന്താണോ അതിനേക്കാൾ പരിതാപകരമായ ദുഃഖവും പ്രയാസവുമാണ് ഇബാദത്തുകളിൽ വീഴ്ച വരുത്തി അള്ളാഹുവിന്റെ കൽപ്പനകളെ അവഗണിച്ച് മുന്നോട്ട് പോയ ഒരാൾ പരലോകത്ത് വരുമ്പോൾ ഉണ്ടാകുക എന്ന് വളരെ മനോഹരമായ ഉദാഹരണങ്ങളിലൂടെ നമ്മെ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവസാനമായി സൂചിപ്പിക്കുവാനുള്ളത്, ന്യൂ ഇയർ ആഘോഷിക്കുന്ന ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ആയുസ് തീർന്നു പോകുമ്പോൾ ആഘോഷിക്കുകയല്ല, ആത്മവിചാരണ നടത്തുകയാണ് വേണ്ടത്. ഇസ്ലാമിൽ അങ്ങനെ ഒന്നില്ല. അങ്ങനെ ഒരു അറബി മാസമായാലും വേറെ ഏതു വർഷമായാലും അങ്ങനെ ഒരു ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ ദീനിൽ ഇല്ലാത്ത കാര്യമാണ്. ഇങ്ങനെ ആഘോഷിക്കുന്ന ആളുകൾ കുടിച്ചും കൂത്താടിയും നൃത്തം ചവിട്ടിയും നിശാ ക്ലബ്ബുകളിൽ ആർത്തുല്ലസിച്ച് കഴിയുന്ന സഹോദരങ്ങളെ,
നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഒരു പക്ഷേ ആഘോഷത്തിന്റെ ഭാഗമായി മദ്യചഷകം അത് ചൂണ്ടോടടിപ്പിച്ച് പിടിക്കുന്ന വേളയിലായിരിക്കാം നിങ്ങളുടെ റൂഹനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് വരുന്നത്. മദ്യം നിറഞ്ഞു അത് അനുഭവിച്ചുകൊണ്ടുള്ള അവസ്ഥയിലായിരിക്കാം ഒരുപക്ഷേ നമ്മുടെ അവസാന നിമിഷങ്ങൾ. അങ്ങനെയാവാം. ദീൻ കർശനമായി നിഷേധിച്ചിട്ടുള്ള സംഗീതവും കൂത്താട്ടുകളിലും മുടുകി നിൽക്കേ മലക്കുൽ മൗത്തെങ്ങാനും അന്ന് റൂഹ് പിടിച്ചാൽ ഒന്ന് തോബ ചെയ്യാൻ അവസരം പോലും ഉണ്ടാവില്ല. അത് ഏറ്റവും അശുഭകരമായ, ഏറ്റവും മോശപ്പെട്ട പര്യവസാനമായി അത് മാറുമെന്നുള്ള കാര്യം കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവന്റെ വിധിവിലക്കുകളെല്ലാം സകലവേളകളിലും ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, 4 കാര്യങ്ങൾ അതൊരു മനുഷ്യന്റെ ദൗർഭാഗ്യമായി പണ്ഡിതന്മാർ പ്രമാണങ്ങളുടെ പിന്തുണയോടുകൂടെ നമ്മെ അറിയിക്കുകയാണ്. 4 കാര്യങ്ങളിൽ ഒരാൾ ഉണ്ടായാൽ അവൻ ദൗർഭാഗ്യവാനാണ്. അതിൽ ഒന്ന് ജുമൂദുൽ ഐൻ, നമ്മുടെ കണ്ണ് മരവിച്ചു പോകുക. കണ്ണ് മരവിക്കുക എന്ന് പറഞ്ഞാൽ കരയാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കും ആയുസ്സിനും അതിനെ നന്ദി പ്രകടിപ്പിക്കാതെ അവന് പൊരുത്തപ്പെട്ട വഴിയിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാതെ വീഴ്ചകളെ സംബന്ധിച്ച് ഓർത്ത് കരയാതിരിക്കുക. അതാണ് കണ്ണ് മരവിച്ചു പോകുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ട് എങ്കിൽ അത് 1-ാം തരം ദൗർഭാഗ്യമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. 2ാമത് വഖസ്വത്തുൽ ഖുലൂബ്, ഹൃദയകാഠിന്യമാണ്. ഹൃദയകാഠിന്യം എന്ന് പറയുന്നത് ഒരു വലിയ രോഗമാണ്. പലപ്പോഴും ഈ മെമ്പറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഒറ്റ വാക്കിൽ അത് പറയാം. അള്ളാഹുവിന്റെ ഉപദേശങ്ങൾ കേട്ടാൽ, ദീനിന്റെ ഉപദേശങ്ങൾ കേട്ടാൽ അത് മനസ്സിലേക്ക് കേറാതിരിക്കുക. അതിനാണ് ഖസ്വത്തുൽ ഖുലൂബ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന 1ാമത്തെ കാര്യം. വതൂലുൽ അമൽ, അറ്റം കാണാത്ത ആർത്തി, ആയുസ്സിനെ കവച്ചു വെക്കുന്ന ആർത്തി ഉണ്ടാക്കുക. അത് ദൗർഭാഗ്യമാണ്. വൽ ഹിർസു അല ദുനിയ, ദുനിയാവിനോടുള്ള ഉത്കടമായ താല്പര്യം. ഇതൊക്കെ ഉണ്ടായാൽ ആ മനുഷ്യൻ ദൗർഭാഗ്യവാനായി മാറും എന്നാണ് പണ്ഡിതന്മാർ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ ഇതിന്റെ നേരെ മറുവശമാണ് ഉണ്ടാകേണ്ടത്. ഇത് ദൗർഭാഗ്യമാണ് എങ്കിൽ സൗഭാഗ്യം എന്ന് പറയുന്നത് ഇതിന്റെ എതിർവശമാണ്. അപ്പൊ കരയാൻ പറ്റുക, നമ്മുടെ ആഖിറത്തിനെ കുറിച്ച് ഓർത്ത് കരയാൻ പറ്റുക, അത് സൗഭാഗ്യമാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ രക്ഷപ്പെടുവാനുള്ള മാർഗം എന്ന് പറയുന്നത് അവന്റെ പാപത്തെ കുറിച്ച് ഓർത്ത് കരയലാണ്. അതുപോലെ റസൂലുള്ളാഹി സംബന്ധമായി പറഞ്ഞത്, ലാ യലിജുന്നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ ഒരു വ്യക്തി അയാൾ നരകത്തിൽ പോകുന്നതല്ല. കറന്നെടുത്ത പാൽ അകിടിലേക്ക് തിരിച്ചു പോകുന്നത് എത്രമേൽ അസംഭവ്യമാണോ അതേപോലെ അസംഭവ്യമാണ് അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞ ഒരാൾ. അത് സൗഭാഗ്യമാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ഖലിതങ്ങളെ കുറിച്ച് ഓർത്ത് കരയുക, അത് സലഫുകളുടെ രീതിയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറിയ ഒരു സ്ഖലിതത്തെ സംബന്ധിച്ച് അവർക്ക് അത് ഓർമ്മ വരുമ്പോഴൊക്കെ അവരുടെ ശിരോവസ്ത്രം നനഞ്ഞു കുതിർക്കുമാറ് അവിടുന്ന് കരയാറുണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം.
മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു മനുഷ്യ സഹജമായ ചില സ്ഖലിതങ്ങൾ സംഭവിച്ചതിന്റെ പേരിൽ അദ്ദേഹം ദീർഘകാലം എന്നല്ല സംഭവം ഓർക്കുമ്പോഴൊക്കെ അദ്ദേഹം കരഞ്ഞതായി സ്വഹീഹായ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളും കരഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അതൊക്കെ ഒരുപക്ഷെ ഭൗതികവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരിക്കും. ഈ കരച്ചിൽ എന്ന് പറയുന്നത് നമ്മുടെ ആത്യന്തികമായ ജീവിതത്തെ കുറിച്ചുള്ള, ഭാവിയെ കുറിച്ചുള്ള, അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടുള്ള കരച്ചിലാണ്. അങ്ങനെ കരയാൻ, അങ്ങനെ കണ്ണീർ വാർക്കാൻ, ഒരിറ്റ കണ്ണുനീരെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴാൻ ആ ഒരു ചിന്തയും ആലോചനയും നിമിത്തമായിട്ടുണ്ട് എങ്കിൽ അത് സൗഭാഗ്യത്തിന്റെ അടയാളമാണ് എന്നാണ് പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ചെയ്തുപോയ അബദ്ധങ്ങളെ കുറിച്ച് കരയാനും കണ്ണീർ വാർക്കുവാനും തയ്യാറാകണം. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രകടമായ ഈമാനിന്റെ പ്രകടമായ ലക്ഷണം. അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യങ്ങളെല്ലാം യഥാവിധി ശ്രദ്ധിക്കുന്ന വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.